പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 10-ാം തിരുവചനം. ഞങ്ങൾ ദുഃഖിതരെ പോലെ ആണെങ്കിലും സദാ സന്തോഷിക്കുന്നു, ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു, ഒന്നുമില്ലാത്തവരെ പോലെ ആണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. ചൈനയിലെ മതപീഡന കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ വർഷങ്ങളോളം ജയിലിൽ അടയ്ക്കപ്പെട്ട ജോൺ എന്ന വ്യക്തി വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ജയിലിലെ ക്രൂരമായ പീഡനങ്ങളും ശിക്ഷയും അനുഭവിച്ച് രോഗാവസ്ഥയിലായിരുന്നു അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. മക്കാവോയിലെ സെൻറ്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ ദിനംപ്രതി പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ വന്നുകൊണ്ടിരുന്ന അയാൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് തിരികെ നടന്നു നീങ്ങവേ ദേവാലയത്തിൽ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് സാക്ഷികളായ ഇടവക ജനങ്ങൾ ഇപ്രകാരം പറഞ്ഞുവെച്ചു: ജോൺ ആഗ്രഹിച്ചത് ഈശോയാണ്. ജോണിന് സ്വന്തമായി ഉണ്ടായിരുന്നതും ഈശോ മാത്രമായിരുന്നു. ഒന്നുമില്ലാതിരിക്കെ അനേകരെ തൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട് വിശ്വാസത്തിൽ സമ്പന്നരാക്കിയ ഒരു പാവപ്പെട്ട വ്യക്തിയാണ് ജോൺ. അദ്ദേഹത്തിൻ്റെ ജീവിതവും ഇന്ന് നാം കേട്ട തിരുവചനവുമായിട്ട് ബന്ധമുള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അനേകരെ സമ്പന്നരാക്കിയ ജീവിതം. ഇന്ന് ഈശോ നമ്മളെ വിളിക്കുന്നത് അനേകരെ സമ്പന്നരാക്കുവാനാണ്, വിശ്വാസത്തിൽ സമ്പന്നരാക്കുവാൻ. ഈശോയിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരുവന് ഏത് ഇല്ലായ്മയിലും സംതൃപ്തി അടയുവാൻ സാധിക്കും. സങ്കടക്കടലിന് നടുവിലും ഉള്ളിൽ പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത സമാധാനം നിറയ്ക്കുവാനും സാധിക്കും. നമ്മുടെയും ജീവിതം വിശ്വാസത്തിൽ സമ്പന്നമാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.